നമസ്കാരം. പതിപോലെ തന്നെ സതീശൻ ഇന്നും മാധ്യമങ്ങളെ കണ്ടു. സ്ഥിരം പല്ലവി തന്നെ. ഭരണം ഒരു മുഖേനയും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിൽ പിന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്ത് മാക്സിമം ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നതാണല്ലോ കോൺഗ്രസിന്റെ കനകോലു തന്ത്രം. അതുകൊണ്ട് എല്ലാം പൊളിഞ്ഞ് പോലീസിന്റെ അടിയും കിട്ടി ജനങ്ങൾ ഒറ്റപ്പെടുത്തുകയും ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങലുമായി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കണക്കിന് കൊടുത്തു. അടികൊണ്ട സതീശൻ പ്രത്യേക രീതിയിലാണ് മോങ്ങുന്നത്. സൂപ്പർ മുഖ്യമന്ത്രി ചമയാണ്. അത് ചമഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ്. അത് ശരിയാണ്. പ്രതിപക്ഷത്തിനല്ല, കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയായത്. ഇതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നവകേരള സദസ്സ് ജനങ്ങൾക്ക് അലർജിയാണെന്ന് പറഞ്ഞ സതീശന്റെ ഡയലോഗാണ്. സതീശ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറയാറില്ല സതീശന് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന്. അത് സത്യമാണെന്ന് ജനങ്ങളെ വിചാരിക്കും. അമ്മാതിരി ആളുകൾ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുമ്പോൾ പറവൂരിൽ പോലും കോൺഗ്രസ്സുകാർ ആരും പോകരുത്, എനിക്കത് നാണക്കേടാവുമെന്ന് പറഞ്ഞിട്ട് പോലും ആ വിലക്ക് മുഴുവൻ ലംഘിച്ച് കോൺഗ്രസ്സുകാരടക്കം പറവൂർ മൈതാനിയിൽ നിരന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നിട്ട് സതീശൻ പറയാണ് ജനങ്ങൾക്ക് അലർജിയാണെന്ന്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ സതീശൻ പറയുന്നതിന് പിന്നിൽ എന്തൊക്കെയോ അലർജി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നവകേരള സദസ്സിന്റെ 17 സദസ്സിൽ വെച്ച് പത്രസമ്മേളനങ്ങളിൽ വെച്ച് എന്റെ മാനസിക നില തകരാറിലാണെന്ന് പറഞ്ഞു. കൂടാതെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും സതീശൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ശബരിമലയിൽ എന്താണ് സതീശ പ്രശ്നം? അവിടെ പോലീസുകാർ ആവശ്യത്തിൽ കൂടുതലുണ്ട്. എത്രയധികം പോലീസുകാരെ അവിടെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോലീസുകാർ ഇത്തവണ അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ സതീശനെ സമ്മതിച്ചിട്ടില്ല. ഒരു വിവരാവകാശ രേഖയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ അതിന്റെ കണക്കൊക്കെ. അതൊക്കെ സതീശന് നന്നായി അറിയാം. മാത്രമല്ല അവിടെ വലിയ തിരക്കാണ് എന്ന രീതിയിലൊക്കെയാണ് സതീശനെ അടിച്ചുവിടുന്നത്. സത്യത്തിൽ ശബരിമലയിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കി കൊടുത്തിട്ടുമുണ്ട്. പ്രതിപക്ഷവും മാപ്രകളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പ്രശ്നവും ശബരിമലയിലില്ല. ഒരു ദിവസം നല്ല രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള തിരക്ക് ശബരിമലയിൽ ഉണ്ടായി എന്നത് വാസ്തവമാണ്. അതെങ്ങനെയുണ്ടായി എന്ന് മാധ്യമങ്ങളും മാപ്രകളും പറയുന്നില്ലല്ലോ. അതെങ്ങനെയുണ്ടായി? തെലങ്കാനയിലെ തിരഞ്ഞെടുപ്പും ഒപ്പം ചെന്നൈയിലെ പ്രളയവും ഒക്കെ മൂലം മാലയിട്ട പല അയ്യപ്പ ഭക്തന്മാർക്കും ശബരിമലയിലേക്ക് എത്താൻ പറ്റിയില്ല. അങ്ങനെ അവർ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് വരികയാണ്. അങ്ങനെ ഒരു തിരക്ക് അവിടെ ഉണ്ടായി, അത് സത്യമാണ്. അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച് ഭക്തരോട് ഈ പറയുന്ന സർക്കാരിന് ഒരു രീതിയിലുള്ള പ്രതിബദ്ധതയുമില്ല, ശബരിമലയോട് അവഗണനയാണ്, സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മാർച്ച് നടത്തുന്നു, പ്രതിഷേധം നടത്തുന്നു, എന്തൊക്കെ കാട്ടിക്കൂട്ടലുകൾ നിങ്ങളെ കാണിച്ചു കൂട്ടി. എന്നിട്ട് അവസാനം സത്യം പുറത്തു വന്നില്ലേ? യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ഭക്തർ തന്നെ തുറന്നു പറഞ്ഞില്ലേ? പിന്നെ എന്ത് പറ്റി? അതിനുശേഷം ആരും ഈ പറയുന്ന പോലെ ശബരിമലയിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം പിന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അന്ന് ഒരു വലിയ തോതിലുള്ള ഒരു തിരക്കുണ്ടായപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒരു കൂടിച്ചേർന്ന് ഒരു ഓപ്പറേഷൻ നടത്തി അതൊരു സുവർണ അവസരമാക്കി മാറ്റി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലാണെന്ന് ഭക്തർക്ക് നന്നായി മനസ്സിലായി. ഭക്തരെ ഇളക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ നമ്പറുകളൊന്നും ഏറ്റില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ ചില ഗിമ്മിക്ക് നമ്പറുകൾ കൂടി മാധ്യമപ്രവർത്തന മുമ്പിൽ നിന്ന് ഈ പറയുന്ന സതീശൻ പറയുന്നുണ്ട്. അതുകൂടിയൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ ഒരു ന്യായീകരണ ക്യാപ്സ്യൂളാണ്. മുഖ്യമന്ത്രിക്ക് പോലീസിൽ പോലും വിശ്വാസമില്ല. കരിങ്കൊടി കാണിച്ചാൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്, കൊല്ലാൻ വേണ്ടി വരികയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് വീരവാദം മുഴക്കുകയാണ്. മാസപ്പടി വിവാദം വന്നപ്പോ നാവ് ഉപ്പിലിട്ട് വെച്ചിരുന്ന ആളാണ് പൊതുമരാമത്ത് മന്ത്രി. അതുപോലെ തന്നെ മാസപ്പടി വിവാദമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ മുഹമ്മദ് റിയാസ്, ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. മുഹമ്മദ് റിയാസ് ഒക്കെ ഈ വിഷയം വന്നപ്പോൾ തന്നെ അതിശക്തമായി തന്നെ പ്രതികരിച്ചതാണ്. മാത്യു കുഴൽനാടൻ കിളി പോയതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതിൽ ആര് എന്തു പിഴച്ചു? അവസാനം എന്നിട്ട് എന്തുണ്ടായി? മാസപ്പടി വിവാദമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ശക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചോ? എല്ലാം വെറും നമ്പറുകൾ മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ? മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും കടന്നാക്രമിക്കാൻ വേണ്ടിയുള്ള വെറും രാഷ്ട്രീയ ആയുധം മാത്രമായിരുന്നു മാസപ്പടി വിവാദമെന്ന് അവസാനം തെളിഞ്ഞു. എന്നിട്ടും സതീശൻ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തെറ്റിദ്ധരിപ്പിക്കുന്ന ആ നമ്പറുകൾ, ആ ഗിമ്മിക്ക് നമ്പറുകൾ നമുക്കൊന്ന് കാണാം. മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ്. അത് ശരിയാണ്. പ്രതിപക്ഷത്തിനല്ല, കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയായത്. ഇന്ന് രാവിലെ തൃശ്ശൂരിലെ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്ത സബ്സിഡി സാധനങ്ങൾ ഇല്ലാതെ തുറക്കാൻ പറ്റിയില്ല. MLAയും മേയറും മടങ്ങിപ്പോയി ഉദ്ഘാടനം ചെയ്യാതെ. രാവിലെ 7 മണി മുതൽ ആളുകൾ ടോക്കൺ വാങ്ങിച്ച് സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുകയാണ്. കിട്ടിയത് ആകെ അരി മാത്രമാണ്, വേറെ ഒരു സാധനം ഇല്ല. നവകേരള സദസ്സിൽ
5 സ്റ്റാർ ഭക്ഷണമാണ് കൊടുത്തത്. പാവങ്ങൾക്ക് സബ്സിഡി സാധനം പോലും ഈ ക്രിസ്മസ് കാലത്ത് ഈ ഫെസ്റ്റിവൽ സീസണിൽ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റാണ് ഈ ആർഭാട സദസ്സ് നടത്തുന്നത്. ഇവര് വ്യാപകമായ അക്രമങ്ങളാണ്. ഇന്നലെ ആറ്റിങ്ങല് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീട് ആക്രമിച്ചു, സ്ത്രീകളെ ആക്രമിച്ചു. വെഞ്ഞാറമൂടിൽ പോലീസ് കരുതൽ തടങ്കലിൽ, അതായത് ഒരക്രമവും നടത്താതെ പോലീസ് കരുതൽ തടങ്കലിൽ രാവിലെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കയറി ക്രൂരമായി ആക്രമിച്ചു. പോലീസ് എന്തിനാ പിന്നെ? പോലീസ് എന്തിനാണ്? പോലീസ് എന്തിനു കൊള്ളാം? പോലീസ് സ്റ്റേഷനിൽ കയറി ക്രിമിനലുകൾ കരുതൽ തടങ്കലിൽ വെച്ച ആളുകളെ ആക്രമിക്കുന്നു. ആരാണ് അപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്? എന്നിട്ട് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് ഇന്ന് രാവിലെ മറുപടി പറഞ്ഞോ? ഒരക്ഷരം മിണ്ടിയില്ല. ഇന്നലെ വണ്ടിപ്പെരിയാറിൽ നമുക്കറിയാം 6 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. ആ കേസിന് വെറുതെ വിട്ടു പ്രതിയെ. എന്താ പറഞ്ഞത് വിചാരണ കോടതി? പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായി അന്വേഷിച്ചില്ല. ഫോറൻസിക് തെളിവുകൾ നശിപ്പിച്ചു. ഒരു തെളിവുമില്ല. 6 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് പ്രതി വെറുതെ പോകുന്നു. അതിനെതിരായി യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തപ്പോ അത് മുഖ്യമന്ത്രിക്കെതിരായ സമരമാണോ? സമരം ചെയ്തപ്പോ CPM ആണ് വാരിക്കുന്നവും ബിയറിന്റെ കുപ്പിയുമായി വന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ചത്. വാരിക്കുന്തം. ഇതാണ് പിണറായി വിജയന്റെ കാലത്ത് നടക്കുന്ന അതിക്രമം. മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയാവേണ്ടത്. മുഖ്യമന്ത്രിയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മന്ത്രിമാരെ കൊണ്ട് മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ 17 സദസ്സിൽ വെച്ച് പത്രസമ്മേളനങ്ങളിൽ വെച്ച് എന്റെ മാനസിക നില തകരാറിലാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എന്നോട് സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ പറയാം. ഒരു മുഖ്യമന്ത്രി 17 സ്ഥലത്ത് വെച്ചിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തകരാറിലാണെന്ന് പറയുന്നത്. ഇതാലോചിച്ച് നോക്കി. എന്നിട്ട് മന്ത്രിമാരെ കൊണ്ട്, മന്ത്രിമാരാരും മിണ്ടാതിരുന്നപ്പോ പൊതുമരാമത്ത് മന്ത്രിയെ രംഗത്തിറക്കി. കാരണം പൊതുമരാമത്ത് മന്ത്രിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മാസപ്പടി വിവാദം വന്നപ്പോ നാവ് ഉപ്പിലിട്ട് വെച്ചിരുന്ന ആളാണ് പൊതുമരാമത്ത് മന്ത്രി. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ട് വാ തുറന്നു? ആ സമയത്ത് നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത്. അതെന്താ? ഞാൻ മുഖ്യമന്ത്രി ഭീരുവിനെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞു. 2200 പോലീസുകാരും 150 വാഹനങ്ങളുടെ അകമ്പടിയും പിന്നെ 4 വണ്ടി മുഴുവൻ ക്രിമിനലുകളും. ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് കാപ്പയിൽ അറസ്റ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്ത ആളുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിച്ചത്. നാണമുണ്ടോ ആ കസേരയിലിരിക്കാൻ? കാപ്പയിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരുത്തന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം. മുഖ്യമന്ത്രിക്ക് പോലീസിൽ പോലും വിശ്വാസമില്ല. കരിങ്കൊടി കാണിച്ചാൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്, കൊല്ലാൻ വേണ്ടി വരികയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് വീരവാദം മുഴക്കുകയാണ്. ചെറുപ്പത്തിൽ നടന്നുപോയപ്പോ, ഒറ്റയ്ക്ക് നടന്നുപോയപ്പോ ആരോ തോക്ക് കാണിച്ചെന്ന്. എനിക്ക് തോന്നുന്നത് വല്ല 5 വയസ്സുള്ളപ്പോ നടന്നുപോയപ്പോ തൊട്ടടുത്തുള്ള വീട്ടിലെ ഏതെങ്കിലും കുട്ടി കളിത്തോക്ക് കാണിച്ചായിരിക്കും. അല്ലാതെ ആർക്കും ഒരു അറിവുമില്ല. അതായത് വീരവാദം മുഴക്കുകയാണ്. ഇത്രയും ധൈര്യമുള്ള, ഇത്രയും ധീരനായൊരു മുഖ്യമന്ത്രിക്ക് എന്തിനാണ് 2200 പോലീസുകാരുടെ അകമ്പടി? ശബരിമലയെ പോലും പോലീസില്ല. ക്രിമിനലുകളുടെ അകമ്പടി ഇതിലൂടെ നടക്കുകയാണ്. എന്നിട്ട് മന്ത്രിമാരെ കൊണ്ട് മോശമായിട്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ പിന്നെ അവരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നാളെ ഈ മന്ത്രിമാരെല്ലാം കരുതൽ തടങ്കലിൽ നിന്ന് മോചിതരാവുക. അവർക്ക് പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു. അവര് പലരും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നടത്തിയിട്ടുണ്ട്. 44 ദിവസം കൂട്ടിലിട്ട പോലെ, കേജിന് ബാക്ക് സൈഡ് കൂട്ടിലിട്ട തത്തകളെ പോലെയായിരുന്നു മന്ത്രിമാരെല്ലാവരും. മുഖ്യമന്ത്രി കൂട്ടിലിട്ട തത്തകളെ പോലെ സ്വന്തമായ ഒരു അഭിപ്രായം പറയാത്ത, മന്ത്രിസഭാ യോഗത്തിലെ അഭിപ്രായം പറയാത്ത മന്ത്രിമാരെ കുറിച്ച് ഞാനെന്താ പറയണത്? എന്നിട്ട് പണ്ട് ഈ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ, മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിൽ ചട്ടമ്പികൾക്ക് കള്ളു മേടിച്ചു കൊടുത്തിട്ട് പോയി ചീത്ത വിളിപ്പിക്കും. അതുപോലെ ഇപ്പൊ എന്നെ ചീത്ത വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരെ കൊണ്ടും വലിയ പോകുന്ന ആളുകളെ കൊണ്ടും മുഖ്യമന്ത്രിയും വിളിക്കുകയാണ്. നവകേരള സദസ്സിന്റെ നാട്ടുകാരുടെ ചെലവിൽ സ്റ്റേജ് ഇട്ട് നടത്തിയ ആ പരിപാടിയിൽ മുഴുവൻ പ്രതിപക്ഷത്തെ ആക്രമിക്കലായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത്. അങ്ങനെ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയിലും മുന്നണിയിലും സ്വാധീനമില്ല.
അല്ല, പൊതുമരാമത്ത് മന്ത്രി അല്ലല്ലോ അത് അളക്കുന്നത്. അയാൾ കേടായി കിടക്കുന്ന റോഡിലെ കുഴി എത്ര ഉണ്ടെന്ന് എണ്ണിയാൽ മതി. കേരളത്തിൽ മുഴുവൻ കേടായി കിടക്കുന്ന റോഡിന്റെ കുഴി എണ്ണിയാൽ മതി. എന്റെ പാർട്ടിയിലെ സ്വാധീനത്തെക്കുറിച്ച് അളവെടുപ്പ് നടത്തേണ്ട ആള് പൊതുമരാമത്ത് മന്ത്രിയല്ല.